നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ ആരായിരുന്നു? പിണറായി മാത്രമായിരുന്ന ഒരു വ്യക്തിയിൽ ചുരുങ്ങുകയായിരുന്നു എന്ന് തന്നെയാണല്ലോ കഴിഞ്ഞ വർഷത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് പ്രധാന കാരണം. അപ്പോൾ പിന്നെ ഇഡി പോകുന്നത് ആരിലേക്കാണ് എന്ന് നമ്മൾ കരുതണം? പിണറായി വിജയനിലേക്ക്. LDF സർക്കാരിന്റെ കാലത്ത് CMRL ലഭിച്ച സഹായങ്ങളിലേക്കാൾ ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതായത് CMRLന് ലഭിച്ച സഹായങ്ങളിലേക്ക് തന്നെയാണ് ഇഡി ആദ്യം അന്വേഷണം നീങ്ങുന്നത്. സർക്കാരിൽ നിന്നും വഴിവിട്ട സഹായങ്ങൾ കരിമണൽ കമ്പനിക്ക് ലഭിച്ചുവെന്ന സംശയത്തിന് പിന്നാലെയാണ് ഇഡിയുടെ ഈ നീക്കം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് CMRL എക്സാലോജിക്കിന് മാസപ്പടി നൽകിയത്. ഇത്തരം ഒത്താശകൾ ചെയ്തതിന് പിണറായി വിജയനുള്ള പ്രതിഫലമായാണ് മകൾ വീണയുടെ അക്കൗണ്ടിൽ മാസപ്പടി വന്നതായാണ് ഇഡിയുടെ നിഗമനം. പിണറായി വിജയന്റെ മകൾ വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. വ്യാഴാഴ്ച 10 മണിക്കൂർ വീണയെ ചോദ്യം ചെയ്തിരുന്നു. SFIO രേഖകൾ കോടതിയിൽ നിന്ന് കിട്ടിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണയെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. ഈ മാസം 29-ന് ഹാജരാകാമെന്നായിരുന്നു നേരത്തെ വീണയെ അറിയിച്ചത്. എന്നാൽ ഇഡി വിളിപ്പിച്ചത് അനുസരിച്ചാണ് വീണ വ്യാഴാഴ്ച ഹാജരായത്. വീണ നൽകിയ മൊഴികൾ എല്ലാം പരസ്പര വിരുദ്ധമായ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വീണയുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കരിമണൽ കമ്പനിക്ക് പിണറായി വിജയനുമായി ബന്ധമുണ്ടോ എന്നതിലടക്കം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് വീണയോട് ഇഡി വ്യക്തത തേടിയിട്ടുണ്ട്. വീണ വിജയന് CMRLുമായി കരാർ ലഭിച്ചത് എങ്ങനെയാണെന്നതിനെ കുറിച്ചും പിണറായി ഭരണകാലത്ത് CMRLന് സർക്കാർ തലത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുമാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 9 മണിക്കൂർ നീണ്ട രണ്ടാം വട്ട ചോദ്യം ചെയ്യലിന് ശേഷവും വീണയുടെ മൊഴികളിൽ കാര്യമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. നൽകിയ സേവനങ്ങൾക്ക് പകരമായാണ് തുക കൈപ്പറ്റിയതെന്ന് വീണ ആവർത്തിക്കുമ്പോഴും അത് ശരിവെക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇഡി അന്വേഷണം കൂടുതൽ ഗൗരവകരമായ തലത്തിലേക്ക് മാറ്റുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്ന് പ്രധാനമായും കരാർ ലഭിച്ച സാഹചര്യമാണ് ഇഡി പരിശോധിക്കുന്നത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമാണോ അതോ പിണറായി വിജയന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ലഭിച്ചതാണോ എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ സംശയം. CMRLിൽ നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നതിൽ വീണ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി തെളിവുകൾ നിരത്തി ഇഡി അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഈ തുക അവിടെ ചെലവഴിച്ചു എന്നതിൽ വ്യക്തത വരാത്തത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാസപ്പടി തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ടോ അല്ലാതെയോ വലിയൊരു കുരുക്കിലാകും. ഇഡി ഇതോടെ പിടിച്ചെടുത്ത 134 രേഖകളും വീണയുടെ മൊഴികളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളാണ് ഉള്ളത്. രേഖകൾ കാണിച്ച് ചോദിക്കുമ്പോൾ വീണ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഇഡിയെ കുഴയ്ക്കുന്നുണ്ട്. കുരുക്കുകളുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷീണം അഭിനയിക്കുകയും വിശ്രമം വേണമെന്ന് പറയുകയും ചെയ്യും. നിർണായകമായ ചോദ്യങ്ങൾ വരുമ്പോൾ വെള്ളം ചോദിക്കുകയും മുഖം പൊത്തിയിരിക്കുകയും ചെയ്യുകയാണത്രേ. വീണയുടെ കോടികളുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. CMRL നിന്ന് പണം വാങ്ങിയ ശേഷം അത് ഏതെല്ലാം രീതിയിൽ നിക്ഷേപിച്ചുവെന്നും എങ്ങനെ ചെലവഴിച്ചുവെന്നും ഇഡി അന്വേഷിക്കുന്നു. ഈ വീണയുടെ കൈവശമുള്ള കോടികൾ വിലമതിക്കുന്ന വജ്ര സ്വർണം ആഭരണങ്ങൾക്കായി ഈ പണം ചെലവഴിച്ചില്ലെന്നും ആഭരണങ്ങളേറെയും സ്വർണ്ണ വജ്രക്കടകൾ സമ്മാനം കൊടുത്തതാണെന്നും ഇഡി സംശയിക്കുന്നു. പിണറായിക്ക് അന്വേഷണം നീളുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വവും MLA സ്ഥാനവും രാജിവെച്ച് ഒഴിയേണ്ടി വരും. ജൂൺ 17-ന് വീണയെ 8 മണിക്കൂറിലധികം ഇഡി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സമയപരിധി കാരണം അന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇഡി പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആദ്യ നോട്ടീസ് ലഭിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് വീണ ഹാജരായിരുന്നില്ല. തുടർന്ന് രണ്ടാമത്തെ നോട്ടീസ് ലഭിച്ചപ്പോഴാണ് 8 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിൽ വീണ എത്തിയത്. എന്തായാലും വീണയ്ക്കെതിരെയുള്ള അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് തന്നെയാണ് വഴിമാറിയിരിക്കുന്നത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന 9 മണിക്കൂർ നീണ്ട രണ്ടാം വട്ട ചോദ്യം ചെയ്യലിലും വീണയുടെ മറുപടികൾ അതീവ ദുരൂഹമെന്നാണ് സൂചന. സേവനം നൽകിയെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് കേസിലെ അഴിമതി സാധ്യതകൾക്ക് ബലം നൽകുന്നുണ്ട്. തന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRLുമായി നടന്ന ഇടപാടുകളിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് വീണയുടെ വാദം. എന്നാൽ കരാർ പ്രകാരമുള്ള സേവനങ്ങൾ നൽകിയോ എന്ന ചോദ്യത്തിന് മുന്നിൽ വീണയുടെ മറുപടികൾ പതറി. സേവനം നൽകിയതായി അവകാശപ്പെടുമ്പോഴും അത് രേഖാമൂലം തെളിയിക്കാനോ സാങ്കേതികമായ വിശദീകരണം നൽകാനോ വീണയ്ക്ക് കഴിഞ്ഞില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെ കേസ് കേവലം സാമ്പത്തിക ഇടപാടിൽ നിന്ന് അഴിമതിയിലേക്ക് വഴിമാറുകയാണ്.
മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ പങ്ക് അന്വേഷണ പരിധിയിലാകുന്നു എന്നതും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CMRന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതിനും അതിന് പ്രത്യുപകാരമായി മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയോ എന്നതുമാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അധികാരവും പണവും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ട് സംശയനിഴലിലാകും. ED പിടിച്ചെടുത്ത SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രേഖകളാണ് കേസിൽ നിർണായകമാകുന്നത്. കുറ്റപത്രത്തിൽ 134 സുപ്രധാന രേഖകൾ വീണയുടെ വാദങ്ങളെ ഒന്നൊന്നായി പൊളിച്ചെടുക്കുന്നതുമാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന്റെ തീരദേശത്തെ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിവിധ മുന്നണികളിൽ നിന്നും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി ആ നിലപാടിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും UDFനുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പ് അതിനെക്കുറിച്ചുണ്ടായി. അതിന് മറുപടി എന്ന നിലയിലും BJPയുടെ ആരോപണത്തിൻ്റെ മറുപടി എന്ന നിലയിലും അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഈ മേഖലയിൽ അനുവദിക്കുന്നതില്ല, അത് സർക്കാരിൻ്റെ അജണ്ടയിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് KMMLന്റെ മുഴുവൻ പ്രൊഡക്ഷനും അതിൻ്റെ മൂല്യവർദ്ധിതമായ മോണോസൈറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന കമ്പനിക്ക് ഈ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുവാനും 2019 കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി KMML നടത്തിയിട്ടുള്ള ഈ ഇടപാട് റദ്ദു ചെയ്ത് കേരളത്തിൻ്റെ തീരദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരും ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ മിഡ്വെസ്റ്റ് കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെഗുലേഷൻസിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് സെലക്ടഡ് ആസ് എ ലീഡിംഗ് കൺസോർഷ്യം പാർട്ണർ ബൈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ഫോർ സ്ട്രാറ്റജി ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പൈലറ്റ് പ്ലാൻ പ്രോജക്ട് ഫോക്കസ്ഡ് ഓൺ റെയർ എർത്ത് എലമെന്റ്സ്. ഇത് മാത്രമല്ല പ്രശ്നം, ഇവര് എടുത്തിട്ടുള്ള ഈ കണ്ടീഷൻസിനകത്ത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയൂ. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത്. ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനകത്ത് പെടുന്നതാണ് മോണോസൈറ്റും തോറിയവും. തോറിയം പോലെ അപകടകരമായ ഒരു മിനറൽ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലേക്ക് കടന്നുപോയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും എന്നതുകൊണ്ടാണല്ലോ 2019 പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ കേരള സർക്കാർ അത് ഖനനം മാത്രം പൊതുമേഖലയിലാക്കിയിട്ട് ഖനനം വഴി കിട്ടുന്ന മുഴുവൻ മിനറൽസും പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇതിനെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നു. ഈ നിലപാടിൽ നിന്നും KMML നിന്നും ഈ എഗ്രിമെന്റിൽ നിന്നും KMML പുറകോട്ട് പോകണം. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു.